ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് പാട്ടുപാചകത്തിലേക്ക് പോകാം. എല്ലാവരും ബാ. ഇപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിമാവാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിക്കുഴക്കട്ടയാണ്. അതായത് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് ആവിയേറ്റി എടുക്കുന്ന പിടിക്കുഴക്കട്ടയാണ്. അപ്പോഴതിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഇട്ട് തിളപ്പിച്ച് നല്ലതുപോലെ കളറാക്കിയെടുത്ത വെള്ളമാണിത്. തിളച്ച വെള്ളമാണ്. ഈ വെള്ളം കൊണ്ടാണ് ഞാൻ ഈ മാവ് നനയ്ക്കുന്നത്. അപ്പം മാവിൽ ശകലം ഉപ്പും ഇട്ട് ഈ ബീട്രൂട്ട് വെള്ളം, തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് കുഴച്ച് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കുഴച്ച് പിടിച്ച് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വൈറ്റമിൻ സാധനങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ലതാണ്, രക്തം ഉണ്ടാവാനെല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതുപോലെ തന്നെ ചെയ്യണം. ഹലോ കൂട്ടുകാരെ, ഏട്ടന്മാരെ, ചേച്ചിമാരെ, കുഞ്ഞുമക്കളെ എല്ലാവരും കാണി പിങ്ക് കളർ കിട്ടിയിരിക്കുക ബീട്രൂട്ട് കൊണ്ട്. അത് വേവിച്ച് അതിൻ്റെ വെള്ളമെടുത്ത് അരിമാവിൽ ഞവടി, അരിമാവ്, തേങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടെ ഞവടി റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് പിങ്ക് കളറായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഒരു അടിപൊളി കളറല്ലേ ഇത്, നല്ല സെറ്റായിട്ടില്ലേ. ഇനി നമുക്കിത് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം കൊണ്ട് അരിമാവും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് ഞവടി നന്നായി സെറ്റാക്കി എടുത്ത് അത് പിടിച്ചെടുത്തതുമുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചു മക്കൾ പറഞ്ഞ് അവർക്ക് ഇതുപോലെ ബോളായിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ബോളായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് പിടിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴിതിന് നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിലേക്ക് ആവി കയറ്റാൻ വയ്ക്കാം. വെന്തതിന് ശേഷം നമുക്കെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഗ്യാസ് നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഞാൻ ഈ പിടിച്ച മാവ് ഇതിലേക്ക് പിടിച്ച് വയ്ക്കുകയാണ്. പിടിക്കുഴക്കട്ട, ഇവിടെ പറയുന്നത് പിടിക്കുഴക്കട്ട എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും പറയുന്നത് എനിക്ക് അറിയില്ല. കണ്ടല്ലോ എല്ലാവരും, പിടിക്കുഴക്കട്ട. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ബീട്രൂട്ട് എടുത്ത് അത് ചെത്തി വൃത്തിയാക്കി ബോളുണ്ടാക്കിയ ബോൾ കുഴക്കട്ട അതിലേക്ക് വെക്കുകയാണ്. ബീട്രൂട്ട് എടുത്ത് നന്നായി ചെത്തി വൃത്തിയാക്കി കഴുകി എടുത്ത് അതിനെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റമിൻ എല്ലാം അതിലേക്ക് ഇറങ്ങി കളറും കിട്ടി അത് അരിച്ച് വേറൊരു പാത്രത്തിലെടുത്ത് ആ വെള്ളം കൊണ്ട് അരിമാവ് നനച്ച് ഉരുട്ടിയെടുത്തതാണ്. അരിമാവും തേങ്ങയും ഉപ്പും ചേർന്ന്. ഇനി ഇത് വേകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ, ഞാനുണ്ടാക്കിയ പിടിക്കുഴക്കട്ടയും ബോൾ കുഴക്കട്ടയുമാണ്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി ഇതിലേക്ക് ശകലം പഞ്ചസാര നമുക്കിടാം, ഇട്ട് കഴിക്കാവുന്നതാണ്. ഹലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിത് കഴിച്ച് നോക്കാം. പിടിക്കുഴക്കട്ടയും ബോൾ കുഴക്കട്ടയുമാണ്. ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ വൈറ്റമിൻ എല്ലാം എടുത്ത് അത് നല്ല കളറോട് കൂടി കിട്ടി. അതുകൊണ്ട് അരിമാവും ഉപ്പും തേങ്ങയും കൂടെ ചേർത്ത് ഞവടി നന്നായി റെഡിയാക്കി എടുത്തതാണ്. അത് പിടിക്കുഴക്കട്ട, ബോൾ കുഴക്കട്ട. ഇത് നമുക്ക് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് കഴിക്കണ്ട.
വാ. കൊള്ളാം. നന്നായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഈ കളറെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അവർ കഴിക്കുമിത്. ഇതെല്ലാം അമ്മമാരും ശ്രദ്ധിക്കുക, ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.